വെൽക്കം ടു 1985 P5. ഇന്നൊരു 4 മണി പലഹാരം, കൊത്തമ്പരി വടി. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മല്ലിയിലയാണ്. അതൊരു 2 കപ്പ് മല്ലിയില എടുക്കാം. അതിൻ്റെ ഹാഫ് കടലപ്പൊടി 1 കപ്പ്, റൈസ് പൗഡർ 1/2 കപ്പ്, റവ ഒരു 1/4 കപ്പും, ഗ്രീൻ ചില്ലി 1, ഗാർലിക്ക് ഒരു 3 അല്ലി, ജീര ഒരു 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഒരു സ്മോൾ പീസ്, ടേമറിക് 1/2 ടീസ്പൂൺ, റെഡ് ചില്ലി 1 ടീസ്പൂൺ, കായപ്പൊടി ഒരു 2 നുള്ള്, അയമോദകം ടേസ്റ്റ് പിടിക്കുമെങ്കിൽ 1 നുള്ള്, സോൾട്ട്, പിന്നെ വാട്ടർ, വളരെ കുറച്ച് കുക്കിംഗ് ഓയിൽ, കടലപ്പൊടിയും റൈസ് പൗഡറും റവയും കൂടെ കുറച്ച് വെള്ളത്തിൽ മാവ് പ്രിപ്പയർ ചെയ്യുക. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പാകത്തിൽ കുഴച്ചെടുക്കുക. എല്ലാം കായപ്പൊടിയും എല്ലാ പൗഡേഴ്സും, മഞ്ഞളും മുളകും എല്ലാം കൂടി, അയമോദകവും എല്ലാം കൂടെ കൂട്ടി, കുറച്ച് ഉപ്പുണ്ടല്ലോ, അത് മിക്സ് ചെയ്ത് ചപ്പാത്തിയുടെ പരുവത്തിലാക്കി എടുക്കുക. ഗ്രീൻ ചില്ലി, ഗാർലിക്ക്, ജീര, ജിഞ്ചർ ഇത് ചതച്ച് വെച്ചത് ഇതിൻ്റെ കൂടെ കൂട്ടിയിടുക. പിന്നെ നമ്മുടെ മല്ലിയില ഈ കൂടുതൽ ഉപയോഗിച്ചാൽ അത്രയും നല്ലത്. പറ്റുമെങ്കിൽ വീട്ടിൽ നമുക്കുണ്ടായ മല്ലിയില തന്നെ എടുക്കുന്നതാവും ഏറ്റവും ഗുണം. ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പ്ലേറ്റിൽ ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് വെണ്ണയോ എന്തെങ്കിലും നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടിയാൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. പ്ലേറ്റിലൊന്ന് പരത്തി വെച്ച് ആവിയിൽ വെച്ച് ഒരു 15 മിനിറ്റ് എന്തായാലും വേണം, 15-20 മിനിറ്റോളം വേവിക്കാം. ആവിയിൽ വേവിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ ഇട്ടാൽ നന്നായിരിക്കും. ആവിയിൽ വെച്ച് 15-20 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇങ്ങനെ വേവിച്ചെടുക്കുന്ന മാവ് നല്ല കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും. അത് കട്ട് ചെയ്ത് പീസസ് ആക്കണം. വളരെ കുറച്ച് ഓയിൽ, സഫീഷ്യൻ്റ് ഓയിൽ മാത്രം എടുത്താൽ മതി. ഡീപ് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല, വെന്തതാണല്ലോ, ഈ മാവ് വെന്ത് കഴിഞ്ഞതാണ്. ഒരു ചെറിയ കളർ ചേഞ്ച് ചെയ്യുന്ന പോലെ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുക. കൊത്തമ്പരി വടി റെഡി. ഒരു ഹെൽത്തി സ്നാക്കാണ്. ഇതിൻ്റെ കൂടെ സോസ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ പുതിന ചട്നിയോ കൂട്ടി ഈവനിങ്ങിൽ കഴിക്കാം. ഈ ഈവനിങ് സ്നാക്ക് ഒന്ന് പരീക്ഷിക്കൂ. ഒരു ഹെൽത്തി സ്നാക്കാണ്, നന്നായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.